എൻ്റെ പേര് അജി ജോസഫ്. ഞാൻ കോട്ടയം ജില്ലയിൽ കാരിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്കൂളിൽ അധ്യാപികയായി വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് 2 മക്കളുമുണ്ട്. ഞാൻ ട്രെയിനിങ്ങിന് പഠിക്കുന്ന കാലത്ത് എനിക്ക് ന്യൂമോണിയ ഉണ്ടായി. അത് ട്രീറ്റ് ചെയ്തു, രോഗം ഭേദമായി, ഹോസ്പിറ്റലിൽ പോയി. തിരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് വീണ്ടും ചെറിയ അസ്വസ്ഥതകൾ. അസ്വസ്ഥത എന്ന് വെച്ചാൽ എപ്പോഴും പനിക്കുന്ന ടെൻഡൻസി, ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട്, എന്തെങ്കിലും ആഹാരം കഴിച്ചാൽ അന്നേരം തന്നെ ലൂസ് മോഷനാണ്. അത് പലയിടത്തും പോയി ഡോക്ടേഴ്സിനെ കണ്ടു. അപ്പം ന്യൂമോണിയ വന്നു എന്ന് പറയുമ്പോൾ അവർ ജസ്റ്റ് എക്സ്റേ അത് ഇതൊക്കെ എടുക്കും, കുഴപ്പമൊന്നുമില്ല, ആളൊക്കെ ആണെന്ന് പറഞ്ഞ് വിടും. വീണ്ടും ഞാനിങ്ങനെ ഈ അസുഖത്താൽ ഭാരപ്പെടും. അങ്ങനെ എറണാകുളത്ത് 1-2 ഹോസ്പിറ്റലൊക്കെ കൊണ്ടുവന്നു. അവിടെ നോക്കുമ്പോഴും അവരും പറയുന്നത് അസുഖമൊന്നുമില്ല, ആളൊക്കെ ആണെന്ന് പറയും. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ വീട്ടിൽ വരുന്നതും. അച്ഛൻ്റെ അടുത്ത് അപ്പച്ചൻ വിവരം പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു, സാറേ ഇന്നലെ എറണാകുളത്തൊരു ഡോക്ടറുണ്ട്, നമുക്ക് അവിടെ പോയി ഡോക്ടറെ ഒന്ന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ 1987 ഡിസംബർ മാസത്തിൽ ഇവിടെ വരുന്നത്. ലിവർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഈ കുട്ടിക്കുള്ളൊരു അസുഖം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഞാൻ പറയുന്ന രീതിയിൽ പഥ്യവും നോക്കി എക്സസൈസും ചെയ്ത് മരുന്നും കഴിക്കാൻ ഈ രോഗം ഞാൻ പൂർണ്ണമായിട്ടും മാറ്റിത്തരാമെന്ന് പറഞ്ഞു. ശരി, ഡോക്ടർ പറയുന്ന പോലെ തന്നെ അനുസരിച്ചോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഡോക്ടർ പറഞ്ഞതുപോലെ എക്സസൈസും ചെയ്തു. കണ്ടിന്യൂസ് ആയിട്ട് 1 വർഷം മരുന്നും കഴിച്ചു. ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിലൂടെ പൂർണ്ണമായിട്ടും ഒരു റിക്കവറി തന്നെ കിട്ടി. ശരിക്കും ഇതിൽ നിന്ന്, ഈ അസുഖത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു മോചനം ഡോക്ടറാണ് തന്നത്. കാണപ്പെടുന്ന ഒരു ദൈവമായിട്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഡോക്ടറെ കാണുന്നത്.